എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ തിരുവോണാശംസകൾ നേരുന്നു. ഇന്ന് ഈ തിരുവോണ ദിവസം AR മുരുകദാസ് ശിവകാർത്തികേയൻ കോംബോയിൽ പുറത്തിറങ്ങിയ മദിരാസി എന്ന സിനിമയുടെ ആദ്യ ഷോ പൂർത്തിയായിരിക്കുകയാണ്. ഈ സിനിമ എങ്ങനെയുണ്ട്? തുപ്പാക്കി കത്തിയൊക്കെ പോലെ ഒരു വലിയ ഹിറ്റടിക്കുമോ? മലയാളികൾക്ക് ഈ സിനിമ ഇഷ്ടമായോ എന്നുള്ളത് നമുക്ക് കണ്ട പ്രേക്ഷകരോട് തന്നെ ചോദിച്ചറിയാം. നല്ല പടമാണ്. കാരണം ഒരു ആക്ഷൻ എൻ്റർടൈനറായിട്ടാണ് പടം പോയിരിക്കുന്നത്. സാധാരണ നമ്മൾ അനിരുദ്ധിൻ്റെ മ്യൂസിക്കിൽ നിന്ന് കാണുന്നതിനെക്കാട്ടിയും കുറച്ച് വ്യത്യസ്തമായിട്ട് നമുക്കിതിനകത്ത് കുറേ ലവ് ട്രാക്സ് ആയിരുന്നാലും അല്ലാതെ ആക്ഷൻ ആയിരുന്നാലും വേറിട്ടൊരു ലെവലിൽ അനിരുദ്ധം ഇതിനകത്ത് അദ്ദേഹത്തിൻ്റെ സ്കോറിങ്ങൊക്കെ സമ്മാനിച്ചിട്ടുണ്ട്. പിന്നെ ചില സീൻസിലൊക്കെ ആക്ഷൻ സീൻസിലൊക്കെ നമുക്ക് തന്നെ ബൂസം വരുന്ന രീതിയിലാണ് വരുന്നത്. പ്രത്യേകിച്ച് വിദ്യുത് ജമാലും ഇദ്ദേഹമായിട്ടുള്ള ശിവകാർത്തികനായിട്ടുള്ള കോമ്പിനേഷനിൽ അടിപൊളിയാണ്. വേറെ ലെവൽ സാധനം ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഇൻ്റർവെൽ പഞ്ചായിരുന്നാലും അതുപോലെ തന്നെ ക്ലൈമാക്സ് ആണെന്നുണ്ടെങ്കിലും എല്ലാ പ്രേക്ഷകർക്കും രസിക്കുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. എല്ലാ പ്രേക്ഷകരെയും പിടിച്ചിരുന്ന രീതിയിലാണ് ചെയ്തു വെച്ചേക്കുന്നത്. നമ്മുടെ മലയാളികൾക്ക് AR മുരുകദാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുപ്പാക്കിയും കത്തിയൊക്കെയാണ്. അപ്പോൾ തുപ്പാക്കി കത്തിയൊക്കെ വെച്ച് കമ്പയർ ചെയ്യുന്നൊരു സ്വഭാവം ചിലപ്പോൾ ഈ സിനിമ ഇറങ്ങിയാൽ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെയുണ്ട് മദിരാസി എന്ന് ചോദിച്ചാൽ എന്ത് പറയും? അങ്ങനെ കമ്പയർ ചെയ്യണമെങ്കിൽ തുപ്പാക്കിയും കത്തിയും മാത്രമല്ല ഗജനയും കൂടി ചേർത്ത് കമ്പാക്ക് ചെയ്യാം. മൂന്നും കൂടി ചേർത്ത് വെച്ചെന്ന് പറയുമ്പോൾ ഇടി എന്നെല്ലാം പറഞ്ഞാൽ ഒരു ഒന്നൊന്നര ഇടിയാണ്. കാരണം വേറെ ലെവലിൽ സാധനങ്ങൾ എയറിൽ നിന്ന് തന്നെ ചെയ്തിട്ടുണ്ട്. ആ രീതിയിലാണ് സ്റ്റൺസൊക്കെ ഇതിനകത്ത് ചെയ്തു വെച്ചിരിക്കുന്നത്. പിന്നെ എന്താ പറയുമോ, അദ്ദേഹം നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, തുപ്പാക്കിയും ഗജനയും ഒക്കെ പ്രതീക്ഷിക്കുന്ന പ്രേക്ഷകർക്ക് ഇതെല്ലാം കൂടി ചേർന്ന ഒരു സംഭവം തന്നെയാണ് തിയേറ്ററിൽ നൽകുന്നുള്ളത്. അത് പൂർണ്ണമായിട്ടും നൽകുന്നുണ്ട്. നമ്മളിപ്പോൾ എന്താ പറയുക, ഞാനൊന്നും പ്രതീക്ഷിക്കാതെ തിയേറ്ററിൽ വന്ന ആളാണ്. പക്ഷേ ഞാൻ ആ പ്രതീക്ഷിക്കാതെ വന്നപ്പോൾ തന്നെ അതിനെക്കാട്ടിയും കൂടുതൽ പ്രതീക്ഷ ഓരോ സ്റ്റണ്ട് സീനിലും നൽകിയിട്ടുണ്ട്. ഗംഭീരമായിട്ട് പടം വന്നിട്ടുണ്ട്. മറ്റൊരു ടോക്ക് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ വിജയ് പൊളിറ്റിക്സിൽ ഇറങ്ങുന്നതുകൊണ്ട് ശിവകാർത്തികേയനാണ് അടുത്ത തളപതി, ആ റേഞ്ചുള്ളൊരു നടൻ ഇപ്പോൾ ശിവകാർത്തികേയനാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ മുരുകദാസിൻ്റെ പടം കൂടി വരുമ്പോൾ ആ പറഞ്ഞത് എത്രത്തോളം ശരിയാവുമെന്നാണ് തോന്നുന്നത്? ഒന്നാമത്തെ കാര്യം, വിജയ് സാർ നേരത്തെ ഇറങ്ങി ഇതിനുള്ള ഉത്തരം ഞാൻ പറയേണ്ടതല്ല. കാരണം ഇത് ശിവകാർത്തികൻ എന്നുള്ള നടൻ തന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇവർ സഹോദരങ്ങളാണ്. ആ സഹോദര ബന്ധം അവർ തമ്മിൽ ഇടയിലുണ്ട്. രാഷ്ട്രീയവും സിനിമയും ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ലെന്ന് രണ്ടുപേരും തന്നെ പറഞ്ഞിട്ടുണ്ട്. സോ നമ്മളെന്താ, പ്രേക്ഷകർക്ക് വേണ്ടത് സ്ക്രീനിൽ തരുന്നു, അല്ലെന്നുണ്ടെങ്കിൽ ജനാധിപത്യത്തിന് വേണ്ടത് അല്ലാതെ പുറത്ത് നിന്ന് വിജയ് സാർ നൽകുന്നു. കാരണം ഇപ്പം വിജയ് സാറും അഭിനയം നിർത്തിയൊന്നും അദ്ദേഹം ഒരിടത്ത് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തില്ല. വിജയ് സാറും കാണും, ശിവകാർത്തികനും കാണും, സിനിമയോടൊപ്പം എന്നും പ്രേക്ഷകനും കാണും, അവരും നമ്മളോടൊപ്പം കാണും. നല്ലൊരു ചിത്രം, ആക്ഷന് പ്രാധാന്യം നൽകുന്ന ഒരു സംവിധായകൻ, ഒരുപാട് വൈവിധ്യങ്ങൾ നിറഞ്ഞ ആക്ഷൻ രംഗങ്ങൾ മലയാളികൾക്ക് സമ്മാനിച്ച ഒരു ഡയറക്ടറാണ് മുരുകദാസ്. അപ്പോൾ വിജയുടെ തുപ്പാക്കിയും അതേപോലെ കത്തിയൊക്കെ എടുത്ത ഈ ഡയറക്ടർ ഗജനി, നമ്മുടെ സൂര്യയുടെ ഗജനിയൊക്കെ എടുത്ത, ഏഴാം അറിവൊക്കെ എടുത്ത ഈ ഡയറക്ടറിൽ നിന്നും ഈ ഒരു നല്ലൊരു ഓണ സമ്മാനം തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. മാജിക് ഫ്രെയിംസ് ഇവിടെ എത്തിച്ചപ്പോൾ ഒരു മലയാളി എന്ന നിലയിൽ ഈ തിരുവോണം വളരെ ഭംഗിയായിട്ട് തന്നെ ആസ്വദിക്കാൻ പറ്റി. ഇനിയുള്ള ദിവസങ്ങളും ഈ ഒരു ചിത്രം വൻ വിജയം തന്നെ നേടും. അതേപോലെ തന്നെ നമ്മുടെ മലയാളികളുടെ സ്വന്തം ബിജു മേനോൻ നല്ലൊരു ക്യാരക്ടറായിട്ട് നിറഞ്ഞു നിൽക്കുന്നു. അതുപോലെ രുക്മിണി നായിക നല്ല രീതിയിൽ തന്നെ ചെയ്തിരിക്കുന്നു. പിന്നെ നായക പ്രാധാന്യമുള്ള പോലെ തന്നെ ഇതിലെ വില്ലന്മാർക്കും പ്രാധാന്യമുണ്ട്. അവരെല്ലാവരും തകർത്ത് അഭിനയിച്ചിരിക്കുന്നു. തീർച്ചയായിട്ടും എല്ലാത്തരം പ്രേക്ഷകർക്കും കാണാൻ പറ്റിയ നല്ലൊരു ചിത്രം തന്നെയാണ് മദിരാസി. ആറട്ടെണ്ണ ഓണം അപ്പോൾ മദിരാസി കണ്ടാണോ തീർത്തത്? നല്ലൊരു എൻ്റർടൈനറാണ്. ഒപ്പം നല്ലൊരു മെസ്സേജും ഉണ്ട്. യാതൊരു ലാഗും ഇല്ല. ആക്ഷൻ റൊമാൻസിലുണ്ട്. എല്ലാവരും അഭിനയം, ശിവകാർത്തികനായുള്ള നായികയാണെങ്കിലും ബിജു മേനോൻ എല്ലാവരും അഭിനയിച്ചിട്ടുണ്ട്. ഓണത്തിൽ കാണാൻ കുറച്ച് ലോജിക്കൽ പ്രോബ്ലംസ് ഉണ്ട്. ഇല്ലെങ്കിൽ നല്ലൊരു മൂവിയാണ്. ഈ വിജയുടെ തുപ്പാക്കി കത്തിയൊക്കെയാണ് AR മുരുകദാസിന് മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ. അപ്പം മുരുകദാസും ശിവകാർത്തികനും കൂടെ ഒന്നിക്കുമ്പോൾ എങ്ങനെ തോന്നുന്നുണ്ട്? ആ വിജയുടെ ഒരു റേഞ്ചിലോട്ട് എത്തുന്നുണ്ടോ? ശിവകാർത്തികൻ ആ രീതിയിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ആൾ മാസം ക്ലാസ് രണ്ടും പറ്റും. വിജയാണ് മെയിൻലി മാസാണ്. ഇയാൾ മാസം ക്ലാസ് എല്ലാം ചെയ്യുന്നത്. നല്ല ആക്ടറാണ്. ഇപ്പോൾ ഒരാൾ പറയുന്നത് കേട്ടു, വിജയുടെ കത്തി, തുപ്പാക്കി, സൂര്യയുടെ ഗജനി മൂന്നും കൂടി ചേർന്ന ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയെന്ന്. ശരിയാണോ? അല്ല, അതെല്ലാം പ്യുവർലി മാസ് പടങ്ങളാണ്. ഇത് മാസ് മാത്രമല്ല, ക്ലാസ്സും ഉണ്ട്. കാരണം മെസ്സേജ് എൻ്റർടൈനറൊപ്പം തന്നെ നല്ല മെസ്സേജും ഉണ്ട്. ആക്ഷൻ മാത്രമല്ല, ആക്ഷൻ റൊമാൻസ് എല്ലാം ഉണ്ട്. ഈ ശിവകാർത്തികനാണ് അടുത്ത ദളപതി എന്നൊരു ടോക്ക് പോകുന്നുണ്ട്. ആ ടോക്കിനെ കുറിച്ച് എന്താണ് ആറട്ടണ്ണന് പറയാനുള്ളത്? അതിപ്പോൾ അങ്ങനെ ആയിട്ടില്ല. കുറച്ചാൾ കഴിയുമ്പോൾ അങ്ങനെ ആയിക്കോളും. ഇപ്പോൾ ആ ഒരു ഫേസിൽ വന്നിട്ടില്ല. കുറച്ചാൾ കഴിഞ്ഞാൽ ആണ്ടിൽ വരും. അതിനുള്ള ആംബിയർ ഉണ്ടോ? കുഴപ്പമില്ല. നല്ല നടന്നതാണ്. മാസം രണ്ടും ചെയ്യാൻ പറ്റും ആൾക്കാർ. ബാക്കിയുള്ള ആക്ടേഴ്സിൽ മാസം മാത്രം ചെയ്യുമ്പോൾ ഇയാൾ മാസം ക്ലാസ്സും എല്ലാം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ആക്ടറുമാണ്, താരവുമാണ്. ഇപ്പോൾ തിരുവോണത്തിന് മലയാളികൾക്കിടയിൽ കുറേ സിനിമകളുണ്ട്. ലോക്കയൊക്കെ നല്ല ഗംഭീരമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്തരത്തിൽ ഇപ്പോൾ ഹൃദയപൂർവ്വമുണ്ട്. അപ്പോൾ ആ സിനിമകൾക്കൊക്കെ ഒരു വെല്ലുവിളിയാവോ നമ്മുടെ മദിരാസി ശിവകാർത്തികേയൻ്റെ? അല്ല, ഇത് മലയാളം മൂവീസാണല്ലോ. ഇവിടെ മലയാളം ഓഡിയൻസ് മൂവ് പ്രിഫർ ചെയ്യുന്ന മലയാളം മൂവീസായിരിക്കും. ഇത് തമിഴ്നാട്ടിൽ ഭയങ്കര ഹിറ്റായിരിക്കും.
തമിഴ്നാട്ടിലുള്ള. ഇവിടെ നന്നായിട്ട് പോകും, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട മൂവിയാണ്. ഓക്കെ, നമ്മുടെ ബിജു മേനോൻ എങ്ങനെയുണ്ട് ഈ സിനിമയിൽ? ബിജു മേനോൻ താർത്തുണ്ട്, ബിജു മേനോൻ എനർജിയുണ്ട്, ശിവകാർത്തിയൻ പിന്നെ ആ നായിക എനർജിയുണ്ട്. എല്ലാം കൂടി നല്ല ആക്ടിങ്ങിൽ യാതൊരു കുഴപ്പമില്ല, എല്ലാവരും തന്നെ അഭിനയിച്ചിട്ടുണ്ട്. ആറാട്ടണ്ണൻ്റെ റേറ്റിംഗ് എത്രയാണ് മദിരാസി മൂവിക്ക്? 5-ൽ 4 കൊടുക്കാം. 5-ൽ 4? ആദ്യം തുടങ്ങി കുറച്ച് ലോജിക് പ്രോബ്ലംസ് തോന്നി, പക്ഷേ അവസാനമായപ്പോൾ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഒരു 5-ൽ 4 കൊടുക്കാം. മുരുകദാസിന്റെ ഒരു കമ്പാക്ക് ആണോ പടം? കുറേ നാളായിട്ട് പുള്ളിയുടെ ഒരു ഹിറ്റ് പടം ഇല്ലായിരുന്നു. അപ്പോൾ ഇതൊരു മുരുകദാസിന്റെ കമ്പാക്ക് ആയിട്ട് കൂട്ടാൻ പറ്റുമോ? കമ്പാക്കാണ്, മേക്കിംഗ് നല്ലതാണ്, എല്ലാം കൊണ്ടും നല്ലതാണ്. ഓൺലി തിങ് ആണ് കുറച്ച് ലോജിക് പ്രോബ്ലംസ് തന്നേ ഉള്ളൂ. യാതൊരു ലാഗ് എനിക്ക് തോന്നിയില്ല, നല്ലൊരു എൻ്റർടൈനറാണ്. അനിരുദ്ധിന്റെ മ്യൂസിക്കോ? നന്നായിട്ട് പോകുന്നുണ്ട്. ഇപ്പം മിക്ക എ റഹ്മാൻ്റെ പറയുമ്പോൾ അനിരുദ്ധ വരുന്ന നന്നായിട്ട് പോകുന്നുണ്ട്. ഓക്കെ ആണോ, താങ്ക് യു. മദ്രാസി പടം എന്ന് പറഞ്ഞാൽ കിണ്ണം കാച്ച പടമാണ്. പക്ഷേ ഒരു കാര്യമുള്ള വെച്ചാൽ സെക്കൻഡ് ഹാഫാണ് പൊളിയായിട്ടുള്ളത്. എനിക്ക് വില്ലൻ ക്യാരക്ടർ ചെയ്താൽ പൊളി, ഒരു രക്ഷയില്ലാത്ത രീതിയിൽ ചെയ്തു. വിദ്യുത് ജംവാൽ എന്താണ് സെക്കൻഡ് ചെയ്യുന്നത്? തുപ്പാക്കിയിലൊക്കെ വില്ലനായിരുന്നു. അറിയാം, തുപ്പാക്കിലെ വില്ലൻ, 5-ാനിലെ സൂര്യയുടെ ഫ്രണ്ട്, എല്ലാം കിടിലൻ സാധനം. എന്ന് വെച്ചാൽ എന്ത് സാധനം അറിയാവോ? ശിവകാർത്തിന് സ്കോർ ചെയ്യാൻ പോലും സ്ഥലമില്ലായി പോയി സെക്കൻഡ് ഹാഫ്. ശിവകാർത്തിനേക്കാൾ കൂടുതൽ സ്കോർ ചെയ്തോ വിദ്യുത് ജംവാൽ? അത് നിങ്ങൾ പടം കണ്ടു നോക്കുക, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. അവൻ്റെ ഒരു സീൻസ് ഉണ്ട് മോനെ, ഒരു ഫൈറ്റ് സീനുണ്ട് ആ ഇൻ്റർവെല്ലിൽ. ഞാൻ പറയാം, ബേസിക്കലി ടൈലർ വരുന്നുണ്ട്, തുപ്പാക്കി ആരെ കഴിയുന്നാലും വില്ലൻ ഞാൻ താടാ എന്ന് പറഞ്ഞ സാധനമുണ്ട് മോനെ. ആ സീനൊക്കെ എന്ത് ലെവലായിട്ട് ചെയ്തു വെച്ചറിയാവോ? പിന്നെ എന്തുകൊണ്ട് മുരുകദാസ് വില്ലനെ ഇവനെ വെച്ചെന്ന് ഇപ്പം മനസ്സിലാവും ഈ പടം കാണുമ്പോൾ. പിന്നെ ഏറ്റവും നല്ലത് മുരുകദാസ് പറഞ്ഞൊരു കാര്യമുണ്ട്, എന്താണ് ആൾ പറഞ്ഞത് അത് വെച്ചിട്ടുണ്ട്. ഗജനിയും തുപ്പാക്കി കൂടെ മിക്സ് ചെയ്തൊരു ഐറ്റമാണ്. പക്ഷേ നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യുന്ന പോലെ വലിയ ബോംബോ അല്ലെ വലിയ സ്ഫോടനങ്ങളോ ഒന്നുമില്ല. പക്ഷെ പടം ചെയ്യേണ്ട രീതി നീറ്റായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ലവേഴ്സിനും കാണാം, ഫാമിലിക്കും കാണാം. ഫാമിലി കുറച്ച് വയലൻസ് ഉണ്ട്, കുഴപ്പമില്ല, കണ്ടിരിക്കാം. ഐ തിങ്ക് ഈ പടം നിങ്ങൾക്ക് ബെറ്റർ ഓപ്ഷൻ ആയിരിക്കും. ഇതുവരെ തമിഴിൽ ഇറങ്ങിയ വമ്പ ഹൈപ്പ് കിട്ടാത്ത പടത്തിൽ ഇത് നല്ലൊരു ഹൈപ്പിൽ വന്നായിരുന്നെങ്കിൽ ചിലപ്പം കയറിപ്പോയനെ. പക്ഷെ ഹൈപ്പില്ലെങ്കിലും പടം നിങ്ങൾക്ക് മസ്റ്റായിട്ടും കണ്ടിരിക്കാം. അടുത്ത ദളപതിയാണോ ശിവകാർത്തികേയൻ? ദളപതിയാണോ ശിവകാർത്തികേയൻ? അടുത്ത ദളപതിയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ അടുത്തൊരു ലെവലിലേക്ക് വരാൻ സാധ്യതയുണ്ട്. ഇതിനകത്തും വില്ലൻ നായകന്മാർ തുപ്പാക്കി കൈമാറുന്ന സീനുണ്ട്. അപ്പോൾ അതുകൊണ്ട് അടുത്ത ദളപതി ആവാതിരിക്കാം. എന്തായാലും അത് ഓഡിയൻസ് ഇരിക്കും, ഓഡിയൻസിൻ്റെ പോലെ ഇരിക്കും. എന്തായാലും അവന് താല്പര്യമില്ല എന്ന് ഓപ്പണായിട്ട് ഓഡിയോ ലോഞ്ച് പറഞ്ഞിട്ടുണ്ട്. ഇനി അതിൽ കൂടുതൽ വേറെ ആയിട്ടൊന്നും ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ഓക്കെ, ശരി. അഭിപ്രായം കേട്ടത് വെച്ചിട്ട് ഫുൾ പോസിറ്റീവ് റിവ്യൂസ് ആണ് മദിരാസി എന്നുള്ള സിനിമയ്ക്ക് വരുന്നത്. മലയാള സിനിമയിൽ ഇപ്പോൾ നല്ല കാലമാണ്. ലോക്കയും ഹൃദയപൂർവ്വം ഒക്കെ കസറിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിലേക്കാണ് ഇപ്പോൾ ഒരു തമിഴ് സിനിമയായിട്ടുള്ള മദിരാസി കടന്നു വന്നിരിക്കുന്നത്. മദിരാസിയുടെ ഈ പോസിറ്റീവ് റെസ്പോൺസ് മറ്റ് സിനിമകളെ ബാധിക്കുമോ എന്നുള്ളത് കണ്ടറിയണം. എന്തായാലും ഓണം ബോക്സ് ഓഫീസിൽ മദിരാസി ഒരു കുലുക്കം സൃഷ്ടിക്കും എന്ന് തന്നെയാണ് അഭിപ്രായങ്ങൾ സൂചിപ്പിക്കുന്നത്. ശിവകാർത്തികേയൻ അടുത്ത തളപതിയാണോ അല്ലയോ എന്നുള്ള ചോദ്യത്തിനുള്ളൊരു ഉത്തരമാണ് മദിരാസി എന്ന് പറയുന്നവരുണ്ട്. AR മുരുകദാസ് ശിവകാർത്തികേയന് തുപ്പാക്കി കൈമാറി എന്നൊക്കെയാണ് പറയുന്നത്. നമ്മുടെ ബിജു മേനോൻ അതുപോലെ തന്നെ വിദ്യുത് ജംവാൽ വില്ലനായിട്ട് തകർത്തിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും മലയാളികൾക്ക് ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കാവുന്ന ഒരു മാസ് മസാല സിനിമയാണ് മദിരാസി എന്നതാണ് ഓഡിയൻസിൻ്റെ റെസ്പോൺസ്.